നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യ സാധ്യതകൾ, സംവാദാത്മക പഠനതന്ത്രങ്ങൾ, ഗവേഷണാത്മക പഠനതന്ത്രങ്ങൾ, നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ, സർഗാത്മക പഠനതന്ത്രങ്ങൾ, സംഘ പഠനതന്ത്രങ്ങൾ, വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ. പഠനതന്ത്രങ്ങൾ. വിവിധതരം പഠനതന്ത്രങ്ങൾ: സംവാദാത്മക പഠനതന്ത്രം, ഗവേഷണാത്മക പഠനതന്ത്രം, നിർമ്മാണാത്മക പഠനതന്ത്രം, സർഗാത്മക പഠനതന്ത്രം, വ്യക്തിഗത പഠനതന്ത്രം, സംഘ പഠനതന്ത്രങ്ങൾ. സംവാദാത്മക പഠനതന്ത്രം പ്രൈമറി ക്ലാസ്സുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പഠനതന്ത്രമാണ് സംവാദാത്മക പഠനതന്ത്രം. ചർച്ച അല്ലെങ്കിൽ ഡിസ്കഷൻ. ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്ന പ്രക്രിയയാണ് ചർച്ച. രണ്ട് തരം ചർച്ചകളുണ്ട്: ഔപചാരികം, അനൗപചാരികം. ക്ലാസ് മുറികളിൽ സാധാരണ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളാണ് അനൗപചാരിക ചർച്ചകൾ. സംവാദം, പാനൽ ചർച്ചകൾ, സെമിനാർ, സിംപോസിയം എന്നിവ ഔപചാരികമായ ചർച്ചാരൂപങ്ങളാണ്. സംവാദം അല്ലെങ്കിൽ ഡിബേറ്റ്. രണ്ടോ അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ യുക്തിസഹജമായി അവതരിപ്പിക്കുന്ന ചർച്ചാരൂപമാണ് സംവാദം. കുട്ടികളെ പ്രചോദിപ്പിക്കുകയും ശേഷി വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ആശയവിനിമയ രീതിയാണ് സംവാദം. കുട്ടികളിൽ വിമർശന ചിന്ത വളർത്തുന്നതിനും ഒരു വിഷയത്തിൻ്റെ വിവിധ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യാനും പ്രാപ്തരാക്കുന്ന പഠനതന്ത്രമാണ് സംവാദം. പഠിതാവിൻ്റെ തദ്ദേശ വിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും പ്രതിപക്ഷ ബഹുമാനം വളർത്താനും സഹായിക്കുന്ന പഠനതന്ത്രമാണ് സംവാദം. സെമിനാർ. ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിനും സഹായിക്കുന്ന ഒരു നൂതന പഠനതന്ത്രമാണ് സെമിനാർ. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിൽ കൂടുതലോ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കുകയും മോഡറേറ്ററുകളുടെയും മറ്റ് സഹപാഠികളുടെയും മുൻപിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഗവേഷണാത്മക പഠനതന്ത്രങ്ങൾ. വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യുക്തിസഹജമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രം. പ്രോജക്റ്റ്. പ്രോജക്റ്റ് ഒരു പഠനരീതിയായും പഠനതന്ത്രമായും പ്രയോജനപ്പെടുത്താറുണ്ട്. അധ്യാപിക പഠനലക്ഷ്യം നിശ്ചയിക്കുകയും പഠിതാവ് പഠനവിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമായി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രോജക്റ്റ്. പ്രോജക്റ്റ് രീതി പ്രായോഗിക വാദദർശനത്തിൻ്റെ ഭാഗമാണ്. ബോധനരംഗത്ത് ആദ്യമായി പ്രോജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ജോൺ ഡ്യൂയി ആണ്. നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ. പഠിതാവിൻ്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ. ഉദാഹരണങ്ങൾ: മോഡലുകളുടെ നിർമ്മാണം, രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ. നിർമ്മാണാത്മക പഠനതന്ത്രത്തിൻ്റെ മികവുകൾ: പഠിതാവിൻ്റെ ഏകാഗ്രതയോടെയുള്ള പ്രവർത്തനം ഉറപ്പാക്കാനാകുന്നു. പഠനത്തിൻ്റെ ഭാഗമായി മൂർത്തമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ആത്മവിശ്വാസവും ആനന്ദവും ലഭിക്കുന്നു. സർഗാത്മക പഠനതന്ത്രങ്ങൾ. പഠന പ്രക്രിയയുടെ ഭാഗമായി സർഗാത്മക പ്രവർത്തനങ്ങൾക്കിടം നൽകുന്ന തന്ത്രമാണ് സർഗാത്മക പഠനതന്ത്രം. സർഗാത്മക പഠനതന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങൾ: പാഠഭാഗങ്ങളിലെ ആശയം നാടകമാക്കൽ, റോൾ പ്ലേ, പാവനാടകം, സംഗീതാവിഷ്കാരം, ചിത്രവൽക്കരണം, നൃത്താവിഷ്കാരം, ശില്പശാലകൾ. വ്യക്തിഗത പഠനം. വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് ഫ്രോബെൽ ആണ്, ജർമ്മൻ ബോധന രീതി ശാസ്ത്രജ്ഞൻ. സ്വയം പഠിച്ചു മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാൻ വ്യക്തിഗത പഠനം സഹായിക്കുന്നു. സ്വയം വായിച്ച് ആശയങ്ങൾ ഗ്രഹിക്കൽ, റഫറൻസിംഗ് വായിച്ച് കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ വ്യക്തിഗത പഠനത്തിലൂടെ സാധ്യമാകുന്നു. സംഘപഠന തന്ത്രങ്ങൾ. സംഘപഠനങ്ങളിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠനതന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ. സംഘപഠന തന്ത്രങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം: സമസംഘ പഠനം,
സഹകരണാത്മക പഠനം, സഹവർത്തിത്വ പഠനം. സമസംഘ പഠനം, പിയർ ലേണിംഗ്. സമാന താൽപ്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചയിച്ച പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവ നടത്തുന്ന പഠന പ്രക്രിയയാണ് സമസംഘ പഠനം. സഹകരണാത്മക പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്. ക്ലാസ് മുറികൾ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പഠന സംവിധാനമാണ് സഹകരണാത്മക പഠനം. സഹകരണാത്മക പഠനത്തിൻ്റെ മികവുകൾ: പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കുന്നു. പഠന വിഷയങ്ങളിലുള്ള നൈപുണ്യവും പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ മൂല്യവും മനസ്സിലാക്കാൻ കഴിയും. സഹകരണാത്മക പഠനത്തിൽ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുന്നു. സഹവർത്തിത്വ പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്. രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം. വ്യക്തിഗത പഠനത്തേക്കാൾ സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരം ദീർഘകാലം പഠിതാവിൽ നിലനിൽക്കും. സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകൾ: ചിന്താശേഷി, ഓർമ്മശക്തി, ആത്മവിശ്വാസം, ഭാഷണശേഷി, സാമൂഹ്യ ഇടപെടൽ ശേഷി, വ്യക്താന്തര ബന്ധം എന്നിവ വികസിക്കുന്നു. വിമർശനാത്മക ചിന്ത ഉദ്ദീപിക്കുകയും ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും ആശയ വ്യക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രശ്ന പരിഹരണത്തിന് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. ജ്ഞാനനിർമ്മിതി സമീപനവുമായി യോജിച്ചു പോകുന്നു. പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കാനും വികസിക്കാനും ഉത്തരവാദിത്വമുണ്ടാകുന്നു. പഠന ശൈലിയിലുള്ള വ്യത്യാസം അഭിസംബോധന ചെയ്യുകയും നൂതന പഠനരീതികളും തന്ത്രങ്ങളും വികസിപ്പിക്കുകയും ചെയ്യുന്നു. സംഘപഠനത്തിനായി പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ട ശേഷികൾ: പങ്കുവയ്ക്കാനുള്ള ശേഷി, ഷെയറിംഗ് സ്കിൽസ്, പങ്കാളിത്ത ശേഷി, പാർട്ടിസിപ്പേഷൻ സ്കിൽസ്, ആശയവിനിമയ ശേഷികൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ശ്രവണശേഷികൾ, ലിസണിംഗ് സ്കിൽസ്. സഹകരണാത്മക പഠനം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെറിയ സംഘങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. കുട്ടികളെ ചെറു സങ്കര സംഘങ്ങൾ ആക്കുന്നു. പഠനാശയത്തെക്കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഒരുപോലെ ധാരണയുണ്ടാകും. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവയ്ക്കും. പഠന ലക്ഷ്യം, ചുമതല ഇവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരമുണ്ടായിരിക്കും. സഹവർത്തിത്വ പഠനം ഒരു സംഘം പഠിതാക്കൾ ഒത്തൊരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. സങ്കര സംഘം ഒരു പൊതുലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. താൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം ധാരണയുണ്ടാകും. അധ്യാപകൻ ഒരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്നു. പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിശ്ചയിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ: വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര ദർശനം രൂപപ്പെടുത്തുന്നത് മുതൽ ക്ലാസ് തലത്തിലുള്ള പാഠാസൂത്രണവും വിഭവ നിർമ്മാണവും ക്ലാസ് വിനിമയവും മൂല്യനിർണ്ണയവും തുടർ പ്രവർത്തനവും വരെയുള്ള എല്ലാ രംഗങ്ങളിലും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം സാധ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രായോഗികമായി നേരിട്ട് കാണാനാവാത്ത അമൂർത്ത ആശയങ്ങൾ, സൂക്ഷ്മ ജീവികളുടെ ചലനങ്ങൾ, സങ്കീർണമായ ജീവൽ പ്രശ്നങ്ങൾ, അപകടകരമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ സിമുലേഷൻ തുടങ്ങിയവ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാൻ വിവരവിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം. ഡിജിറ്റൽ റിസോഴ്സുകൾ ശേഖരിക്കുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. വിക്കിപീഡിയയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള 15,000-ഓളം സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി. സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ: ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ, പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ ഭൂപടം, സ്കൂൾ വെബ്സൈറ്റ്, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം, കുട്ടികളുടെയും അധ്യാപകരുടെയും രചനകൾ. ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങൾ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജിപ്, ഷട്ടർ. പാഠഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ IT@School, GNU അല്ലെങ്കിൽ ലിനക്സ് 18.04-ൽ പ്രവർത്തിക്കുന്ന YouTube DL GUI.
ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ IT@School, GNU ലിനക്സ് 18.04 ൽ പ്രവർത്തിക്കുന്ന ഓപ്പൺ ഷോർട്ട് വീഡിയോ എഡിറ്റർ KDN Live. ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് ശബ്ദം നൽകുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉബുണ്ടുവിൽ പ്രവർത്തിക്കുന്ന ഒഡാസിറ്റി. സ്കൂളുകളിലെ അധ്യാപകർക്ക് വിവര ശേഖരണത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ പ്രവേശം, സ്കോർ രേഖപ്പെടുത്തി ഗ്രേഡ് നിർമ്മാണം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയെ സംബന്ധിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും നിഗമനത്തിലെത്തുന്നതിനും സഹായകമായ സോഫ്റ്റ്വെയർ LibreOffice Calc. വിദ്യാഭ്യാസ മേഖലയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളും വിവരവിനിമയ സാങ്കേതികവിദ്യയും ഉപയോഗിച്ചുള്ള പഠനം e-learning. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ രണ്ടായി തിരിക്കാം. കുട്ടികൾക്കും അധ്യാപകർക്കും പഠനം, പരിശീലനം, ബോധനം എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകൾ. അധ്യാപകർക്ക് ബോധന പ്രക്രിയയിൽ ഉപയോഗിക്കാനായി വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ TestPaint, Jicobricks, GeoGebra, PhET, Stellarium. ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും പുതിയ പതിപ്പ് പുറത്തിറക്കാനും അത് മറ്റുള്ളവർക്ക് നൽകാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം സോഫ്റ്റ്വെയർ. 1983 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത് 1985. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ. TestPaint. പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്കുതകുന്ന സന്ദർഭങ്ങൾ TestPaint ഉപയോഗിച്ച് ചിത്രീകരിക്കാനാകും. കുട്ടികളുടെ ചിത്രരചനാശേഷി വികസിപ്പിക്കാൻ അവസരമൊരുക്കുന്നു. Jicobricks. 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് Jicobricks. ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പാഠാനുഭവങ്ങൾ നൽകാൻ Jicobricks സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. GeoGebra. ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയറാണ് GeoGebra. PhET. സയൻസ് പഠനത്തിനായി ഉപയോഗിക്കാവുന്ന ഇൻട്രാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയറാണ് PhET. Stellarium. GPL അനുമതി പത്രമുള്ള ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയറാണ് Stellarium. നക്ഷത്രഗണങ്ങളും അവയുടെ ആകൃതിയും അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെ പേരും അവയുടെ തിളക്കവും അവയിലേക്കുള്ള ദൂരവും Stellarium സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കും. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഏറ്റവും പ്രചാരത്തിലുള്ളത് FOSS. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. FLOSS. ഫ്രീ ലൈബ്രറി ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയർ K-Geography. ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ മാർബിൾ. ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ, ഗ്ലോബ്, ഭൂപട രൂപങ്ങൾ കണ്ടെത്തുന്നതിന് മാർബിൾ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. ലോക ഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ സൺക്ലോക്ക്. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കാൽസിയം. ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാം XE-Learning. The extremely easy to use e-learning authority tool. വിവിധ തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ പ്രോഗ്രാം XE-Learning അധ്യാപകരെ സഹായിക്കുന്നു. കുട്ടികൾക്ക് മൗസ്, കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അവസരം നൽകുന്ന സോഫ്റ്റ്വെയറാണ് Java Hot Potatoes. ചിത്ര ആൽബം നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം F-Gallery.
ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകാനുമുള്ള സൗകര്യവും എഫ് ഗാലറിയിൽ ലഭ്യമാണ്. ഇൻ്ററാക്റ്റീവ് ഗെയിമുകൾ, കഥകൾ, ആനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായ സോഫ്റ്റ്വെയർ സ്ക്രാച്ച്. പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് സ്ക്രാച്ചിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കുന്നത്. ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സൗജന്യവും സ്വതന്ത്രവുമായ ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോം H5P. HTML5 പാക്കേജ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് H5P. ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ: ആവശ്യമുള്ള സമയത്ത് താൽക്കാലികമായി നിർത്തി കുട്ടികളുമായി സംവാദിക്കണം. ഡിജിറ്റൽ പഠനാനുഭവം ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ രൂപീകരിക്കപ്പെടേണ്ട ആശയം സംബന്ധിച്ച ചർച്ചാ സൂചനകൾ അല്ലെങ്കിൽ വർക്ക്ഷീറ്റുകൾ അനുബന്ധമായി നൽകേണ്ടതാണ്. നേടിയ വിവരങ്ങൾ ഉറപ്പിക്കുന്നതിനും അവ എല്ലാവരിലും എത്തിക്കുന്നതിനുമായി ചർച്ചാ സംഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണക്കുറിപ്പുകൾ ക്രോഡീകരിച്ച് പ്രദർശിപ്പിക്കണം. പ്രക്രിയയുടെ നടത്തിപ്പ് വിലയിരുത്തണം, അതായത് പ്രോസസ് അസസ്മെൻറ്റ്. ഉള്ളടക്ക വിനിമയത്തിൻ്റെ മൂല്യനിർണ്ണയം, കണ്ടൻറ്റ് ഇവാലുവേഷൻ. തുടർ പ്രവർത്തനങ്ങൾ നൽകണം. ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠനബോധന വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനും സഹായകമാവുന്നതാണ് ഈ ടീച്ചിങ് മാനുവൽ, ഇലക്ട്രോണിക് പാഠാസൂത്രണം. ഒരു പുതിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ മാതൃകയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടെംപ്ലേറ്റുകൾ. ഈ ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾച്ചേർക്കുന്നതിനായി ഉപയോഗിക്കുന്ന സങ്കേതം ഹൈപ്പർ ലിങ്ക്. പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ITC പുസ്തകങ്ങൾ വിഭവ പുസ്തകങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് കളിപ്പെട്ടി എന്നാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിഗണിക്കാനും അവർക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും കളിപ്പെട്ടി പുസ്തകങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ കഴിയും. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് വിദ്യ എന്നാണ്. ജ്ഞാനനിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ICT സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും അവയുടെ വിനിമയത്തിന് വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര. പഠന പുസ്തകങ്ങളുടെ വിനിമയം ഓഡിയോകളുടെ രൂപത്തിൽ ലഭ്യമാക്കുന്ന ഒരു പഠന മാനേജ്മെൻറ്റ് പോർട്ടൽ ഖാൻ അക്കാദമി. ഖാൻ അക്കാദമി പോർട്ടലിലെ തിരഞ്ഞെടുത്ത ചില വിഭവങ്ങൾ സമഗ്ര പോർട്ടൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഭവങ്ങൾക്കായി ആശ്രയിക്കാവുന്ന ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം പാഠശാല. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പോർട്ടൽ ദീക്ഷ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. പരിമിതികളുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കാവുന്ന വാണിജ്യപരമായി നിർമ്മിച്ചതോ അല്ലാത്തതോ ആയ ഉപകരണങ്ങൾ, സഹായക സാങ്കേതിക വിദ്യ. ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത അയാളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ, അനുരൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യ. പരിമിതിയുള്ളവർക്കും വൈവിധ്യമുള്ളവർക്കും സ്കൂൾ, വീട്, ജോലി തുടങ്ങിയ ഇടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഉപകരണങ്ങൾ, പുനരധിവാസ ഉപകരണങ്ങൾ. പഠന പരിമിതി അനുഭവിക്കുന്നവർക്കുള്ള ICT സഹായക സംവിധാനങ്ങൾ. കാഴ്ച പരിമിതിയുള്ളവർക്ക് കമ്പ്യൂട്ടർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ സ്ക്രീൻ റീഡർ. അച്ചടിച്ച ഒരു ഡോക്യുമെൻ്റ് ക്യാമറയുടെയോ സ്കാനറിൻ്റെയോ സഹായത്തോടെ ഡിജിറ്റൽ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ലിയോസ്, ലിനക്സ് ഇൻ്റലിജൻറ്റ് OCR സൊല്യൂഷൻ. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രിൻ്റ് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ശാരദ ബ്രെയിലി. കേൾവി പരിമിതിയുള്ളവർക്ക് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞ് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ദൃശ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ സ്പീച്ച് ടു ടെക്സ്റ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്കും
എഴുതാനറിയാത്തവർക്കും തങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഗൂഗിളിൽ വിവരങ്ങൾ തിരയാൻ സഹായിക്കുന്ന ടൂൾ ജിബോർഡ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സോഫ്റ്റ്വെയർ ശബ്ദലേഖന സോഫ്റ്റ്വെയറുകൾ. ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ശബ്ദലേഖന സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. കുട്ടികളിൽ പുസ്തക പരിചയം വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ച പരിമിതിയുള്ളവർക്ക് പഠന സഹായിയായും പ്രയോജനപ്പെടുത്തുന്ന വായനയുടെ റെക്കോർഡിംഗാണ് ഓഡിയോ ബുക്ക്. സൗജന്യമായി പശ്ചാത്തല ശബ്ദവും സംഗീതവും ഡൗൺലോഡ് ചെയ്യുന്നതിനായി യൂട്യൂബ് ആരംഭിച്ച ചാനൽ ഓഡിയോ ലൈബ്രറി. മൊബൈൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള അറിവ് നിർമ്മാണം മൊബൈൽ ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വച്ചത് 1970 അലൻ കെ ആണ്. മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പ്രൊജക്ടറിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനം സ്ക്രീൻ കാസ്റ്റ് സംവിധാനം. കമ്പ്യൂട്ടറുകളും ആധുനിക വിവരവിനിമയ സാധ്യതകളും തുറന്നു തരുന്ന ലോകമാണ് സൈബർ ലോകം. സൈബർ ലോകത്ത് അംഗമായിരിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് സൈബർ പൗരൻ അല്ലെങ്കിൽ സൈബർ സിറ്റിസൺ എന്നാണ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലെയുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടോ അവ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന കുറ്റകൃത്യം സൈബർ കുറ്റകൃത്യം. സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഓരോ രാജ്യത്തും സൈബർ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു സമൂഹത്തെയോ രാജ്യത്തെയോ കമ്പ്യൂട്ടർ ശൃംഖലയോ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ക്രൈം എന്നാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ടോക്സ് എന്നാണ്. സ്വന്തം ആനന്ദത്തിനായി ഒരാൾ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിലെ സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ മോഷ്ടിക്കുകയോ വിവരങ്ങളിൽ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഹാക്കിംഗ് എന്നാണ്. 3 തരം ഹാക്കർമാർ. വൈൽഡ് ഹാൻഡ് ഹാക്കേഴ്സ്. കമ്പ്യൂട്ടറുകൾക്ക് ദോഷം ചെയ്യാതെ ഒരാളുടെ ഹാക്കിംഗ് കഴിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ. വൈൽഡ് ഹാൻഡ് ഹാക്കേഴ്സിൻ്റെ മറ്റൊരു പേര് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നാണ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. സ്വന്തം നേട്ടത്തിന് വേണ്ടി ദുരുദ്ദേശത്തോടു കൂടി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് അതിലെ വിവരങ്ങൾ മോഷ്ടിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഹാക്കർമാർ. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. പ്രത്യേക ലക്ഷ്യങ്ങൾ ഇല്ലാതെ സ്വന്തം ഹാക്കിംഗ് കഴിവ് തെളിയിക്കാനായി ചെയ്യുന്നവർ. ഉടമയുടെ അറിവോ അനുമതിയോ കൂടാതെയോ തെറ്റിദ്ധരിപ്പിച്ചോ അയാളുടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്ക് സംവിധാനത്തിലോ ദുരുദ്ദേശത്തോടെ പ്രവേശിച്ച് സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാന പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രസ്തുത സംവിധാനങ്ങളെ മുഴുവൻ തകരാറിലാക്കുന്ന കുറ്റകൃത്യമാണ് ക്രാക്കിംഗ്. സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായോ സംസ്കാരത്തിനെതിരായോ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായോ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായോ നടത്തുന്ന ആക്രമണങ്ങളാണ് സൈബർ തീവ്രവാദം, സൈബർ ടെററിസം. കരുതിക്കൂട്ടി ഇരയെ ഭയപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അറിയപ്പെടുന്നത് സൈബർ സ്റ്റാക്കിംഗ് എന്നാണ്. സൈബർ സ്റ്റാക്കിംഗ് നടത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണെങ്കിൽ അറിയപ്പെടുന്നത് സൈബർ ബുള്ളിയിങ് എന്നാണ്. വൻതുക പ്രതിഫലം നൽകാം എന്ന വാഗ്ദാനത്തിലൂടെ മറ്റും ആളുകളെ പ്രലോഭിതരാക്കി വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ച് പണം തട്ടുന്ന രീതി അറിയപ്പെടുന്നത് നൈജീരിയൻ 419 എന്നാണ്. ഒരു വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു വെബ് പേജ് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. പുതുതായി ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വരികയും അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന സൈബർ ലോകത്തെ ആക്രമണം ട്രോജൻ ഹോഴ്സ് അറ്റാക്ക്, ട്രോജൻ കുതിരയാക്രമണം. സൈബർ ലോകത്തെ ആക്രമണകാരികളായ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ വൈറസ്. ഒരു ഇമെയിൽ വിലാസത്തിലേക്ക് ഒട്ടനവധി മെയിലുകൾ അയച്ച് ഇരയുടെ മെയിൽ ഇൻബോക്സ് നിറയ്ക്കുന്ന ആക്രമണം ഇമെയിൽ ബോംബ്. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാരൂപം CRTRI. C. കോൺഫിഡൻഷ്യലി സ്വകാര്യത. I. ഇൻറ്റഗ്രിറ്റി സമ്പൂർണ്ണത അല്ലെങ്കിൽ സമഗ്രത. A. അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യത.
പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് നേരിട്ടോ മറന്നു നിന്നോ ക്യാമറയിലൂടെയോ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതി അറിയപ്പെടുന്നത് ഷോൾഡർ സ്ട്രഫിംഗ് എന്നാണ്. ഒരാളുടെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ വേർതിരിച്ചറിയാൻ സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന രീതി ബയോമെട്രിക് വെരിഫിക്കേഷൻ. ഒരു നെറ്റ്വർക്കിൽ ഒരു അംഗീകൃത വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹാൻഡ്വെയർ ഉപകരണം സെക്യൂരിറ്റി ടോക്കൺ. ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ എൻക്രിപ്ഷൻ. 3 തരം എൻക്രിപ്ഷൻ രീതികൾ: ഫാഷിംഗ്, സിമെട്രിക് രീതികൾ, അസിമെട്രിക് രീതികൾ. ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും വിശ്വസനീയത സ്ഥാപിക്കുന്നതിനായി സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ. ഇൻ്റർനെറ്റിലൂടെ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്വേഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. നശീകരണ സ്വഭാവമുള്ള സോഫ്റ്റ്വെയർ കണ്ടെത്തി അവയുടെ പ്രവർത്തനം തടയുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആൻറ്റിവൈറസ്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കോ നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായി ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനം ഫയർവാൾ. വിവിധതരം ഫയർവാളുകൾ: പാക്കറ്റ് ഫയർവാൾസ്, സ്റ്റേറ്റ്ഫുൾ ഫയർവാൾസ്, ആപ്ലിക്കേഷൻ ലെയർ ഫയർവാൾസ്, പ്രോക്സി ഫയർവാൾസ്. ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യവും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായി വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരുന്ന നിയമത്തെയോ നിയമങ്ങളുടെ സഞ്ചയത്തെയോ അറിയപ്പെടുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമം. സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമം വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. വിവരസാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. വിവരവിനിമയ സാങ്കേതിക വിദ്യാ നിയമം 2000 ഭേദഗതി ചെയ്ത വർഷം 2009 ഒക്ടോബർ 27. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.